വെൽക്കം ടു ഫോക്കസ് പോയിന്റ്സ് ഓഫ് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാക്കോപ്രോൺ പഠിക്കുന്നതിന് മുന്നോടിയായി ജീൻ എക്സ്പ്രഷനെ കുറിച്ച് ശരിയായ ഒരു ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. എന്താണ് ജീൻ എക്സ്പ്രഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജീൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ DNA-യിൽ നിന്ന് മെസ്സഞ്ചർ RNA ഫോം ചെയ്യുന്നു, മെസ്സഞ്ചർ RNA-യിൽ നിന്ന് പ്രോട്ടീൻ ഫോം ചെയ്യുന്നു. ആ ജനറ്റിക് ഇൻഫർമേഷൻ്റെ ആ ഒരു പ്രോസസ്സ് DNA നടത്തുമ്പോൾ നാം പറയും DNA എക്സ്പ്രസ്ഡ് ആയി എന്ന്, അഥവാ അവിടെ ജീൻ എക്സ്പ്രഷൻ നടന്നുവെന്ന്. അപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രോട്ടീൻ ഫോം ചെയ്യുന്നതിന് DNA-യെ പ്രാപ്തമാക്കുന്ന ആ ഒരു പ്രോസസ്സ്, അതിൻ്റെ പേരാണ് ജീൻ എക്സ്പ്രഷൻ. ഇത്തരത്തിൽ ഉള്ള ഒരു ജീൻ എക്സ്പ്രഷൻ യൂക്യാരിയോട്സിലും പ്രോക്യാരിയോട്സിലും വളരെ നല്ല രീതിയിൽ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എന്തിനാണ് ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്? നിങ്ങൾക്കറിയാം, പ്രോട്ടീൻസ് എല്ലായ്പ്പോഴും ഫോം ചെയ്യണം എന്നില്ല. അതുകൊണ്ട് തന്നെ ജീനുകൾ ഒരവസരത്തിൽ അത് സ്വിച്ച്ഡ് ഓൺ കണ്ടീഷനിലാണെങ്കിൽ മറ്റൊരവസരത്തിൽ അത് സ്വിച്ച്ഡ് ഓഫ് കണ്ടീഷനിലായിരിക്കും. എപ്പോഴാണോ സബ്സ്ട്രേറ്റ് മോളിക്യൂൾസ് അവൈലബിൾ ആവുന്നത് അപ്പോൾ അവ ചിലപ്പോൾ സ്വിച്ച്ഡ് ഓൺ കണ്ടീഷനിലായിരിക്കും. സബ്സ്ട്രേറ്റ് മോളിക്യൂൾ ഇല്ലെങ്കിൽ എൻസൈം ഫോം ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ പ്രോട്ടീൻ ഫോം ചെയ്യേണ്ട കാര്യമില്ല. അന്നേരം അവ സ്വിച്ച്ഡ് ഓഫ് കണ്ടീഷനിലായിരിക്കും. അതായത് ഇത്തരത്തിലുള്ള പ്രോട്ടീൻസ് ഫോം ചെയ്യേണ്ട ആവശ്യകത ഉള്ളപ്പോൾ മാത്രമാണ് ജീനുകൾ എക്സ്പ്രസ് ചെയ്യുന്നത്, അല്ലാത്തപ്പോൾ അവ എക്സ്പ്രസ് ചെയ്യുന്നില്ല. എക്സ്പ്രസ് ചെയ്യുമ്പോൾ നാം പറയും ആ ജീനുകൾ സ്വിച്ച്ഡ് ഓൺ കണ്ടീഷനിലാണെന്നും, എക്സ്പ്രസ് ചെയ്യാത്തപ്പോൾ നാം പറയും ആ ജീനുകൾ അത് സ്വിച്ച്ഡ് ഓഫ് കണ്ടീഷനിലാണെന്നും. അപ്പോൾ ഇത്തരത്തിൽ ജീൻ എക്സ്പ്രഷൻ അത് യൂക്യാരിയോട്സിലും പ്രോക്യാരിയോട്സിലും വളരെ നല്ല രീതിയിൽ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആദ്യം യൂക്യാരിയോട്സിലെ ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. യൂക്യാരിയോട്സിൽ ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യുന്നത് ഇത്തരത്തിൽ 4 ലെവൽസിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. 4 ലെവൽസിലാണ് ജീൻ എക്സ്പ്രഷൻ യൂക്യാരിയോട്സിൽ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഒന്ന് ട്രാൻസ്ക്രിപ്ഷണൽ ലെവലിലാണ്, അതായത് ഒരു പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് അഥവാ ഒരു ഹെട്രോജീനിയസ് RNA ഫോം ചെയ്യുന്ന, ഹെട്രോജീനിയസ് ന്യൂക്ലിയർ RNA ഫോം ചെയ്യുന്ന ആ ഘട്ടത്തിൽ തന്നെ അവിടെ ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യാം. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ ലെവലിൽ അവിടെ ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ പ്രോസസ്സിംഗ് ലെവൽ, നിങ്ങൾക്കറിയാവുന്നതുപോലെ ആദ്യമായി ഫോം ചെയ്യുന്ന ഈ RNA അഥവാ ഹെട്രോജീനിയസ് ന്യൂക്ലിയർ RNA അത് പ്രോസസ്സിങ്ങിന് വിധേയമായാണ് ഒരു മെച്യുവർ mRNA ആയിട്ട് ഫോം ചെയ്യാം. അപ്പോൾ ആ പ്രോസസ്സിംഗ് ലെവലിലും അവിടെ ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യപ്പെടാം. നിങ്ങൾക്കറിയാം, ഈ ഇത്തരത്തിൽ ഫോം ചെയ്യുന്ന mRNA ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടും. അത് ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോപ്ലാസത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടും. ആ അവസരത്തിലും ആ ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യപ്പെടാം. ഇനി ട്രാൻസ്ലേഷണൽ ലെവലിലും അവിടെ ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ 4 ലെവൽസിൽ ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത് യൂക്യാരിയോട്സിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. എന്നാൽ പ്രോക്യാരിയോട്സിൻ്റെ കാര്യത്തിൽ ട്രാൻസ്ക്രിപ്ഷണൽ ലെവലിലാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ഒരു ജീൻ എക്സ്പ്രഷൻ്റെ റെഗുലേഷൻ നടക്കുന്നത്. പ്രോക്യാരിയോട്ടിക് ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യുന്നതിന് ഒരു ടിപ്പിക്കൽ എക്സാമ്പിളായി നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് ലാക്കോപ്പറോൺ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ലാക്ടോസ് മെറ്റാബോളിസത്തെ, ലാക്ടോസിൻ്റെ യൂട്ടിലൈസേഷനെ ഈക്കോളൈ സെൽസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ് ലാക്കോപ്പറോൺ പറയുന്നത്. ഓപ്പറോൺ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ജീൻസ് ആണ്, അതായത് ജീൻ എക്സ്പ്രഷനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ജീൻസിനെ പറയുന്ന പേരാണ് ഓപ്പറോൺ. അപ്പോൾ ഓപ്പറോൺ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? എ സെറ്റ് ഓഫ് ജീൻസ് വിച്ച് റെഗുലേറ്റ് ജീൻ എക്സ്പ്രഷൻ. എ സെറ്റ് ഓഫ് ജീൻസ് വിച്ച് റെഗുലേറ്റ് ജീൻ എക്സ്പ്രഷൻ, ദാറ്റ് ഈസ് കോൾഡ് ഓപ്പറോൺ. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷണലി റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ ലാക്കോപ്പറോൺ, അഥവാ ലാക്ടോസിൻ്റെ മെറ്റാബോളിസവുമായി ബന്ധപ്പെട്ടുള്ള ഓപ്പറോൺ. അത് ട്രാൻസ്ക്രിപ്ഷണൽ ലെവലിലുള്ള റെഗുലേഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് റെഗുലേഷൻ നടക്കുന്നത് ട്രാൻസ്ക്രിപ്ഷണൽ ലെവലിലാണ്. ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്ന ആ ലെവലിലാണ് ഇവിടെ ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഓപ്പറോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ജീൻസ് വിച്ച് റെഗുലേറ്റ് ജീൻ എക്സ്പ്രഷൻ. ഇവിടെ ലാക്ടോസിൻ്റെ കൺട്രോളിംഗ് മെക്കാനിസവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഓപ്പറോണിനെ കുറിച്ചാണ് നിങ്ങൾ പഠിക്കുന്നത്. ലാക്ടോസ് മെറ്റാബോളിസത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ജീൻസ് അഥവാ ലാക്ടോസിൻ്റെ ഓപ്പറോണിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്.
ഇതിനെക്കുറിച്ച് കൂടുതലായി കാര്യങ്ങൾ കണ്ടുപിടിച്ചത് ഫ്രാങ്കോയിസ് ജേക്കബ് ആൻഡ് ജാക്വി മൊനോത്ത് ആണ്. അതായത് ജേക്കബ് ആൻഡ് മൊനോത്ത് എന്നീ രണ്ട് സയന്റിസ്റ്റുകളാണ് ഈ ലാക്ടോസ് മെറ്റാബോളിസത്തിന്റെ ജീൻ റെഗുലേഷനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് ലാക്ടോസ് മെറ്റാബോളിസത്തിന്റെ ജീൻ എക്സ്പ്രഷൻ എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ ഓപ്പറോൺ അഥവാ ഇവിടെയുള്ള ഒരു സെറ്റ് ഓഫ് ജീൻസ് ഏതെല്ലാമാണെന്നാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. ഓക്കെ, ഇത് ലാക് ഓപ്പറോൺ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ലാക് ഓപ്പറോണിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഒരു സെറ്റ് ഓഫ് ജീൻസ് ഇവിടെയുണ്ട് അല്ലേ. ഈ സെറ്റ് ഓഫ് ജീൻസ് ഏതെല്ലാമാണെന്നും അവയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നും ആദ്യം നിങ്ങൾ തിരിച്ചറിയണം. ഇവിടെ റെഗുലേറ്ററി ഓർ ഇൻഹിബിറ്ററി ജീൻ ഉണ്ട്. റെഗുലേറ്ററി ഓർ ഇൻഹിബിറ്ററി ജീൻ, അതാണ് ഐ ജീൻ എന്ന് അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഐ ജീൻ ഈസ് regulatory or inhibitory gene, and it will code for repressor protein. Repressor protein കോഡ് ചെയ്യുന്ന ജീനാണ് ഐ ജീൻ അഥവാ ഇൻഹിബിറ്ററി ജീൻ. ഐ സ്റ്റാൻഡ്സ് ഫോർ ഇൻഹിബിഷൻ. ഓക്കെ, അപ്പോൾ റിപ്രസർ പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന ഇൻഹിബിറ്റർ ജീനാണ് ഐ ജീൻ. ഇനി ഇവിടെ സ്ട്രക്ചറൽ ജീൻസ് ഉണ്ട്. സ്ട്രക്ചറൽ ജീൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ Z, Y, A എന്നീ 3 സ്ട്രക്ചറൽ ജീൻസ് ആണുള്ളത്. നമുക്കതിനെ ലാക് Z, ലാക് Y, ലാക് A എന്നും നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. അപ്പോൾ സ്ട്രക്ചറൽ ജീൻസ് ഏതെല്ലാമാണ്? Z, Y, A. ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന Z, Y, A അവയാണ് സ്ട്രക്ചറൽ ജീൻസ് ആയിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുക. ഓക്കെ, ഓപ്പറേറ്റർ ജീൻ, പ്രൊമോട്ടർ ജീൻ എന്നിവയും ഉണ്ട് ഇവിടെ കേട്ടോ. പ്രൊമോട്ടർ ജീൻ എന്തിനു വേണ്ടിയാണ്? RNA പോളിമറൈസ് വന്ന് ബൈൻഡ് ചെയ്യാനായിട്ടാണ് പ്രൊമോട്ടർ ജീൻ എപ്പോഴും സഹായിക്കുന്നത്. നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ ഓരോ സ്ട്രക്ചറൽ ജീനിൻ്റെയും ഫംഗ്ഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് Z, Y, A എന്നീ ജീനുകളുടെ ഫങ്ഷൻസ് നിങ്ങൾക്ക് പഠിക്കണം. എന്താണ് സെഡ് ജീനിൻ്റെ ഫങ്ഷൻ? സെഡ് ജീൻ ഇറ്റ് വിൽ കോഡ് ഫോർ ബീറ്റാ ഗാലക്ടോസൈഡേസ്. Z gene will code for beta galactosidase, and it hydrolyzes lactose into galactose and glucose. ലാക്ടോസിനെ ഗാലക്ടോസും ഗ്ലൂക്കോസുമായി വിഘടിപ്പിക്കുന്ന ഹൈഡ്രോളിസിസിന് വിധേയമാക്കുന്ന എൻസൈമാണ് ബീറ്റാ ഗാലക്ടോസൈഡേസ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചറൽ ജീനാണ് Z gene. Is it clear? Okay, then what about the Y gene? Y gene will code for permease. അതായത് ഈ ലാക്ടോസ് സെൽസിനകത്തേക്ക് പ്രവേശിക്കണം, അതിനെ സെൽസിൻ്റെ സെൽ മെംബ്രെയിനെ പെർമിബിൾ ആക്കുന്ന ആ എൻസൈമാണ് പെർമിയേസ്. പെർമിയേസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള സ്ട്രക്ചറൽ ജീനാണ് Y gene. അപ്പോൾ Y ജീൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് വിൽ കോഡ് ഫോർ permease, and permease it will increase the permeability of the cell to beta galactosides or lactose. ലാക്ടോസിന് പെർമിബിലിറ്റി കൂട്ടുന്ന, ലാക്ടോസിന് കൂടുതൽ പെർമിബിൾ ആക്കുന്നു സെല്ലിനെ. അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പെർമിയേസ്. പെർമിയേസിനെ കോഡ് ചെയ്യുന്ന ജീനാണ് ഏത്? Y gene. Is it clear? നമുക്ക് A gene എന്താണെന്ന് നോക്കാം. A gene will code for transacetylase. A gene ട്രാൻസ്അസിറ്റിലേസിനെ കോഡ് ചെയ്യുന്നു. അതായത് ട്രാൻസ്ഫർ ഓഫ് അസറ്റൈൽ ഗ്രൂപ്പ് ആ ഫംഗ്ഷൻ ചെയ്യുന്ന എൻസൈമാണ് ട്രാൻസ്അസിറ്റിലേസ്. അപ്പോൾ ഇത്തരം ഫങ്ഷൻസ് ആണ് സ്ട്രക്ചറൽ ജീൻസിനുള്ളത് എന്ന് ആദ്യം തിരിച്ചറിയുക. നമുക്കിനി ഓപ്പറോൺ എന്ന് പറയുമ്പോൾ, ലാക് ഓപ്പറോൺ എന്ന് പറയുമ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഉള്ളത് എന്ന് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ഐ ജീൻ ഓർ ഇൻഹിബിറ്ററി ജീൻ, then there are structural genes Z, Y, A, and also there is a promoter region where the RNA polymerase will bind, and also there is an operator sequence. Operator sequence ഉണ്ട്, അതിൻ്റെ ഫംഗ്ഷനും ഞാൻ പറയാം. ഓക്കെ, നമുക്ക് ലാക് ഓപ്പറോണിനെ കുറിച്ച്, അതിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാം. 2 അവസ്ഥയിലാണ് ലാക് ഓപ്പറോൺ ഫങ്ഷൻ ചെയ്യുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഒന്ന്, ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ ഇൻഡ്യൂസർ ഓർ ഇൻ ദ ആബ്സെൻസ് ഓഫ് ലാക്ടോസ്. ലാക്ടോസ് ആണ് ഇവിടെ ഇൻഡ്യൂസർ ആയിട്ട് പറയാം. അതായത് ഇവിടെ
ഈ ഓപ്പറോൺ അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ സ്ട്രക്ചറൽ ജീൻസ് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ലാക്ടോസ് പ്രസന്റ് ആയിരിക്കണം. ലാക്ടോസിന്റെ ആബ്സെൻസിൽ ഈ ഓപ്പറോൺ വർക്ക് ചെയ്യരുത്, അല്ലെങ്കിൽ ഇവിടെയുള്ള സ്ട്രക്ചറൽ ജീൻസ് സ്വിച്ച്ഡ് ഓഫ് കണ്ടീഷനിലേക്ക് മാറ്റപ്പെടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ ദ ആബ്സെൻസ് ഓഫ് ലാക്ടോസ് ഓർ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ, പലപ്പോഴും ചോദിക്കും ഏതാണ് ഇൻഡ്യൂസർ ലാക്ടോപ്പറോണിൽ? lactose. So in the absence of inducer or in the absence of lactose, what will happen? Lactose ന്റെ അഭാവത്തിൽ എന്താ സംഭവിക്കുക? I gene will produce a repressor mRNA. I gene will produce a repressor mRNA, and repressor mRNA will produce a repressor protein. Okay, you can see the protein over here. Okay, and this repressor protein, it will bind with the operator sequence. അത് ഓപ്പറേറ്റർ സീക്വൻസിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. അപ്പോൾ ഇതാണ് സംഭവിക്കുക. റിപ്രസർ വിൽ ബൈൻഡ് ടു ദ ഓപ്പറേറ്റർ റീജിയൻ ആൻഡ് thereby it will prevent the movement of the RNA polymerase. അതായത് RNA പോളിമറേസിന് ഈ പ്രൊമോട്ടർ സീക്വൻസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ സ്ട്രക്ചറൽ ജീൻസിന്റെ പോർഷനിലേക്ക് നീങ്ങുവാൻ സാധിക്കില്ല. അതായത് അവിടെ ആ ഒരു ട്രാൻസ്ക്രിപ്ഷൻ അവിടെ വെച്ച് ഇൻഹിബിറ്റ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, സോ ഇറ്റ് വിൽ പ്രിവെന്റ് ദ RNA polymerase from ട്രാൻസ്ക്രൈബിംഗ് ദ ഓപ്പറോൺ. അപ്പോൾ ഈ ഓപ്പറോൺ ട്രാൻസ്ക്രൈബ് ചെയ്യുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ ഈ റിപ്രസർ പ്രോട്ടീൻ പോയി ഓപ്പറേറ്റർ സീക്വൻസിൽ പോയി ബൈൻഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. ക്ലിയർ? അതായത് ഇൻഹിബിറ്റർ ജീൻ വിൽ പ്രൊഡ്യൂസ് എ റിപ്രസർ mRNA ആൻഡ് ദിസ് റിപ്രസർ mRNA വിൽ പ്രൊഡ്യൂസ് എ റിപ്രസർ പ്രോട്ടീൻ ആൻഡ് ദ റിപ്രസർ പ്രോട്ടീൻ വിൽ ബൈൻഡ് വിത്ത് ദ operator sequence, and once it binds with the operator sequence, it will inhibit the RNA polymerase from transcribing the operon. അതായത് സ്ട്രക്ചറൽ ജീൻസ് ഫംഗ്ഷൻ ചെയ്യത്തില്ല. അതായത് അവ സ്വിച്ച്ഡ് ഓഫ് കണ്ടീഷനിലായിരിക്കും, എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ ഓർ ഇൻ ദ ആബ്സെൻസ് ഓഫ് ലാക്ടോസ് സംഭവിക്കുന്നത്. ഓക്കെ, സ്ട്രക്ചറൽ ജീൻസ് സ്വിച്ച്ഡ് ഓഫ് കണ്ടീഷനിലായിരിക്കും. ഇനി അടുത്തതായി ഇൻ ദ പ്രസൻസ് ഓഫ് ഇൻഡ്യൂസർ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇൻ ദ പ്രസൻസ് ഓഫ് ഇൻഡ്യൂസർ, ഇതാണ് ഡയഗ്രാം. ഓക്കെ, പ്രസൻസ് ഓഫ് ഇൻഡ്യൂസർ എന്താ സംഭവിക്കുക? അതായത് ലാക്ടോസ് ഉണ്ട് എന്ന് കരുതുക. അതായത് ലാക്ടോസ് സെൽസിനകത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ വീണ്ടും ഈ ഇൻഹിബിറ്ററി ജീൻ റിപ്രസർ mRNA പ്രൊഡ്യൂസ് ചെയ്യുന്നു, റിപ്രസർ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പക്ഷേ ഈ റിപ്രസർ പ്രോട്ടീനിൽ വന്ന് ഈ ഇൻഡ്യൂസർ അഥവാ ലാക്ടോസ് വന്ന് ബൈൻഡ് ചെയ്യാണ്. ഓക്കെ, അവിടെ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. അതായത് ഇൻഡ്യൂസറും റിപ്രസറും തമ്മിലുള്ള ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. അനന്തരം അവിടെ റിപ്രസർ ഇനാക്റ്റീവ് ആകുന്നു. സോ റിപ്രസർ പ്രോട്ടീൻ വിൽ ബിക്കം ഇനാക്റ്റീവ്. റിപ്രസർ പ്രോട്ടീൻ അത്തരത്തിൽ ഇനാക്റ്റീവായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കറിയാം റിപ്രസറിന് ഓപ്പറേറ്റർ സീക്വൻസിൽ പോയി ബൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ RNA പോളിമറേസിന് സ്വതന്ത്രമായി ട്രാൻസ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കും. RNA പോളിമറേസ് വിൽ ഹെൽപ്പ് ഇൻ ദ ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ദിസ് സ്ട്രക്ചറൽ ജീൻ. സ്ട്രക്ചറൽ ജീൻസ് എല്ലാം അവർ mRNA പ്രൊഡ്യൂസ് ചെയ്യും. നിങ്ങൾക്കറിയാം പ്രോകാരിയോട്സിലെ സ്ട്രക്ചറൽ ജീൻസ് അത് പോളിസിസ്റ്റോണിക് ആണ്. പ്രോകാരിയോട്സിൽ എങ്ങനെയുള്ള സ്ട്രക്ചറൽ ജീനാണുള്ളത്? പോളിസിസ്റ്റോണിക് ആണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ പെപ്റ്റൈഡ്സ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും. Z ജീനിൽ നിന്ന് ബീറ്റാ ഗാലക്ടോസൈഡേസ്, Y ജീനിൽ നിന്ന് പെർമിയേസ്, A ജീനിൽ നിന്ന് ട്രാൻസ് അസിറ്റിലേസ്. A ജീനിൽ നിന്ന് എന്താ പ്രൊഡ്യൂസ് ചെയ്യാം? ട്രാൻസ് അസിറ്റിലേസ്. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും കഴിഞ്ഞ് അവിടെ ഇത്തരത്തിൽ 3 വ്യത്യസ്ത തരത്തിലുള്ള പെപ്റ്റൈഡുകൾ ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റും. ബീറ്റാ ഗാലക്ടോസൈഡേസ്, പെർമിയേസ്, ട്രാൻസ് അസിറ്റിലേസ് എന്നീ 3 പെപ്റ്റൈഡുകൾ യഥാക്രമം ZYA ജീൻസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതായത് ഇവിടെ സ്ട്രക്ചറൽ ജീൻസ് എക്സ്പ്രസ് ചെയ്യുന്നു. ഇത്തരത്തിൽ സ്ട്രക്ചറൽ ജീൻസ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അവിടെ വളരെ നല്ല രീതിയിൽ ലാക്ടോസിന്റെ മെറ്റാബോളിസം പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ലാക്ടോസ് മെറ്റാബോളിസം മുടക്കം വരാതെ ലാക്ടോസിൻ്റെ യൂട്ടിലൈസേഷൻ അത് ഒരു തടസ്സവുമില്ലാതെ നടക്കുവാനായിട്ട് അവിടെ സാധിക്കും. എന്തുണ്ടെങ്കിൽ? ലാക്ടോസ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഓപ്പറോൺ അവിടെ സ്വിച്ച്ഡ് ഓൺ കണ്ടീഷനിലേക്ക് മാറുന്നു. അപ്പോൾ ഇവിടെ ഈ ലാക് ഓപ്പറോണിനെ കുറിച്ച് പറയുമ്പോൾ അത് ലാക്ടോസ് ആണ് ഇവിടെ ഇൻഡ്യൂസർ. ഓക്കെ, ലാക്ടോസ് ആണ് ഇൻഡ്യൂസർ എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഈ 2 ഡയഗ്രവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ എന്ത് സംഭവിക്കുന്നു, അതുപോലെ തന്നെ ഇൻ ദ പ്രസൻസ് ഓഫ് ഇൻഡ്യൂസർ എന്താണ് സംഭവിക്കുന്നത്. ഈ 2 ഡയഗ്രവും ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഇപ്പോൾ നാം പഠിച്ചത് ജീൻ എക്സ്പ്രഷൻ എപ്രകാരമാണ് ഈ കോളൈ സെൽസിൽ അഥവാ പ്രോകാരിയോട്സിൽ റെഗുലേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. പ്രത്യേകിച്ച് നാം പഠിച്ചത് ലാക്കോപ്പറോണിനെ കുറിച്ചാണ്, അഥവാ ലാക്ടോസ് മെറ്റാബോളിസം അത് റെഗുലേറ്റ് ചെയ്യുന്ന ഓപ്പറോണിനെ കുറിച്ച്, ലാക്കോപ്പറോണിനെ കുറിച്ചാണ് നാം പഠിച്ചത്. ഈ ഭാഗം വളരെ നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുക. നല്ല മാർക്ക് വാങ്ങുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. പുതിയ ഒരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഇറ്റ്സ് ഗുഡ് ബൈ ഫ്രം സ്റ്റീഫൻ ക്ലാസസ്.